നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് PS ഫൈസലിന്റെ കാർ തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ച് എടത്തിരുത്തി പഞ്ചായത്തിൽ ഹർത്താൽ ആചരിച്ചു. തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തി പൊക്കാഞ്ചേരി, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ മേഖലകളിൽ കടൽക്ഷോഭം അതിശക്തമായി. ചെളിങ്ങാട് കോഴിത്തുമ്പ് റോഡിൽ രണ്ടിടത്ത് സ്കൂൾ വണ്ടികൾ ചെളിയിൽ താഴ്ന്നു. വാർത്തകൾ വിശദമായി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രദേശത്ത് യൂത്ത് കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PS ഫൈസലിന്റെ കാർ തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. രാവിലെ മുതൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചെങ്കിലും ഹർത്താൽ അനുകൂലികൾ എത്തി പലയിടത്തും അടപ്പിക്കുകയായിരുന്നു. എടത്തിരുത്തിയിൽ സ്കൂളുകളും പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ എന്നിവയും സമരക്കാർ അടപ്പിച്ചു. ചന്ദ്രാപിന്നിയിൽ ഹർത്താലിൽ പങ്കെടുക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പ്രസ്താവന ഇറക്കിയെങ്കിലും ഹർത്താൽ അനുകൂലികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ മുഴുവൻ കടകളും അടച്ചിട്ട് സഹകരിച്ചു. പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിരുന്നു. ഹർത്താൽ അനുകൂലികൾ ചന്ദ്രാപിന്നി സെന്ററിൽ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ PS ഷാഹിർ, ഉമറുൽ ഫാറൂഖ്, PA ഗഫൂർ, ഇർഷാദ്, VA ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി. തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തി പൊക്കാഞ്ചേരി, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ മേഖലകളിൽ കടൽക്ഷോഭം അതിശക്തമായി. സീവാൾ റോഡ് തകർന്നു. 250ഓളം വീടുകൾ വെള്ളക്കെട്ടിലായി. ഇന്നുച്ചയോടെയാണ് കടൽക്ഷോഭം കൂടുതൽ ശക്തി പ്രാപിച്ചത്. പൊക്കാഞ്ചേരിയിൽ സ്വകാര്യ റിസോർട്ടും ആൾതാമസമില്ലാത്ത വീടും ഏതു നിമിഷവും നിലം പൊത്താവുന്ന വിധം വിള്ളൽ വന്നിരിക്കുകയാണ്. ഗണേശമംഗലം ബീച്ച് മുതൽ പൊക്കാഞ്ചേരി വരെയുള്ള സീവാൾ റോഡിൽ പല ഭാഗങ്ങളിലായി മണൽത്തിട്ടകൾ രൂപപ്പെട്ടു. റിസോർട്ടിന് വടക്ക് ഭാഗത്തെ സീവാൾ റോഡ് പൂർണ്ണമായും തകർന്നു. റിസോർട്ടിന്റെയും തകർന്ന വീടിന്റെയും ചുറ്റുമതിലും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. പൊക്കാഞ്ചേരി മേഖലയിൽ 20ഓളം വീടുകൾ പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ്. തകർന്ന റിസോർട്ടിന് സമീപത്തെ അനിലൻ കുരിക്കോട്ടിന്റെ കുടുംബം അടുത്ത ബന്ധുവീട്ടിലേക്ക് താമസം മാറി. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി നേരത്തെ വീടിന് ചുറ്റും മണൽ ചാക്കുകൾ നിരത്തിയിരുന്നെങ്കിലും കടൽക്ഷോഭം ശക്തി പ്രാപിച്ചതോടെ നിഷ്ഫലമാവുകയായിരുന്നു. നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളുമാണ് പൊക്കാഞ്ചേരിയിൽ മാത്രം കടപുഴകിയിട്ടുള്ളത്. ഗണേശമംഗലം ബീച്ചിൽ സീവാൾ റോഡ് തകർന്ന് കടൽ ഭിത്തിക്കല്ലുകൾ നിറഞ്ഞ നിലയിലാണ്. വാടാനപ്പള്ളി ബീച്ചിൽ പഴയ ചാപ്പ പൂർണ്ണമായും തകർന്നു. വാടാനപ്പള്ളി ബീച്ച് മുതൽ ചിലങ്ക ബീച്ച്, ഇടശ്ശേരി ബീച്ചുകളിലായി നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളും കടപുഴകി വീണു. കടൽക്ഷോഭം പല ഭാഗങ്ങളിലും കൂടുതൽ കര കവരുകയാണ്. വാടാനപ്പള്ളി ബീച്ചിൽ 200ഓളം വീടുകളും തക്ഷശില സേവാ സമിതി ഓഫീസും വയൽദേവി ക്ഷേത്രവും പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. കനത്ത മഴയിൽ നനഞ്ഞു കുതിർന്ന് അപകട ഭീഷണിയിലായി മതിലകം കൃഷിഭവൻ. നിരവധി വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിലാണ് കൃഷിഭവന്റെ പ്രവർത്തനം. മഴയത്ത് കൃഷിഭവന്റെ മുൻഭാഗം ചോർന്നൊലിച്ച് മേൽഭാഗത്തെ വാർക്കയുടെ ചില ഭാഗങ്ങൾ വിണ്ട് നിലത്ത് വീഴുന്നുണ്ട്. മുകൾ ഭാഗത്തെ ചില ഭാഗങ്ങൾ ഏതു നിമിഷവും വീഴാവുന്ന അവസ്ഥയിലുമാണ്. 1 വർഷത്തിലധികമായി ഈ അപകട സാധ്യത നിലനിൽക്കുകയാണ്. നിരവധി കർഷകരാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ ദിനം പ്രതി എത്തിച്ചേരുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതേവരെ കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ മേൽ വാർക്കയുടെ ഭാഗങ്ങൾ തകർന്നു വീഴാതിരിക്കുന്നത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രശ്നത്തെ സംബന്ധിച്ച് മുൻപ് പഞ്ചായത്ത് അധികൃതർക്ക് രേഖാമൂലം നിവേദനം നൽകിയിരുന്നുവെങ്കിലും ഇതേവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. വാർക്കയുടെ ഇരുമ്പ് പോലും കാണാവുന്ന ശോച്യാവസ്ഥയിലാണ് കൃഷിഭവൻ. കൃഷിഭവന്റെ മുൻഭാഗത്താണ് ഈ അതീവ ശോച്യാവസ്ഥ. മുൻപ് മതിലകം ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ പുറത്താക്കിയ വിദ്യാർത്ഥി വീണ്ടും അനുവാദമില്ലാതെ ക്ലാസ്സിൽ കയറിയതിനെ ചൊല്ലി തർക്കം. ക്ലാസ്സിൽ കയറിയ വിദ്യാർത്ഥിയെ പോലീസിന്റെ സാന്നിധ്യത്തിൽ പുറത്താക്കാനുള്ള മാനേജ്മെന്റിന്റെ ശ്രമവും വിദ്യാർത്ഥിയെ അനുകൂലിച്ച് ഒരു വിഭാഗം രക്ഷിതാക്കളും രംഗത്തെത്തിയതാണ് തർക്കത്തിനിടയാക്കിയത്. ഇന്ന് വൈകിട്ട് 3:30യോടെയാണ് സംഭവം.
+2 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ സമൽനാഥ് കണക്കാട്ടിലിനെ 25 ദിവസം മുമ്പ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു. സമൽനാഥും അതേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയും തമ്മിൽ ക്ലാസ് മുറിയിൽ വെച്ച് മുൻപ് തർക്കം നടന്നിരുന്നു. ക്ലാസ് എടുക്കുന്ന സമയത്ത് പെൺകുട്ടി സംസാരിച്ചതിനെ സമൽനാഥ് ചോദ്യം ചെയ്തതാണ് തർക്കത്തിന് കാരണമെന്ന് പറയുന്നു. തർക്കത്തെ തുടർന്ന് വിദ്യാർത്ഥിനി സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടിക്കയറിയത് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പരിഭ്രാന്തരാക്കിയിരുന്നു. തുടർന്ന് വിദ്യാർത്ഥിനിയെ 14 ദിവസത്തേക്ക് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതേ സംഭവത്തിൽ സമൽനാഥിനെ സ്കൂളിൽ ഇനിയൊരിക്കലും പ്രവേശിക്കരുതെന്ന് പ്രിൻസിപ്പൽ വിലക്കിയതായും വിദ്യാർത്ഥിയും രക്ഷിതാക്കളും പറയുന്നു. 25 ദിവസം കഴിഞ്ഞ് സമൽനാഥ് ഇന്ന് രാവിലെ സ്കൂളിൽ അനുവാദമില്ലാതെ കയറുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത അധ്യാപിക ഉച്ചവരെ ക്ലാസ് നിർത്തിവെച്ചതായും പറയുന്നു. സ്കൂൾ അധികൃതർ ഇതിനിടെ സമൽനാഥിനെ പുറത്താക്കാൻ വലപ്പാട് പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. കുട്ടി അതിക്രമിച്ച് ക്ലാസ്സിൽ കയറിയെന്നായിരുന്നു അധികൃതർ പോലീസിനെ അറിയിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ വലപ്പാട് പോലീസ് വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം. തുടർന്ന് സ്ഥലത്തെത്തിയ BJP നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സേവ്യൻ പള്ളത്ത്, സോമൻ കോഴിശ്ശേരി, ഷൈൻ നടിയിരിപ്പിൽ തുടങ്ങിയവർ കുട്ടിയെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാനേജ്മെന്റ് ഇത് നിരാകരിച്ചത് ബഹളത്തിനിടയാക്കി. വിദ്യാർത്ഥിയെ പുറത്താക്കിയെങ്കിൽ രേഖാമൂലം അറിയിക്കണമെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. അതേസമയം വിദ്യാർത്ഥിയെ ഒരിക്കലും തിരിച്ചെടുക്കില്ലെന്ന് മാനേജ്മെന്റ് അറിയിച്ചതോടെ സമരം നടത്താനൊരുങ്ങുകയാണ് രക്ഷിതാക്കളും നാട്ടുകാരും. മഴയും വില കൂടുതലും, പഴവിപണിയിൽ തണുപ്പ്. റമദാൻ പാതി പിന്നിട്ടിട്ടും പഴവിപണിയിൽ തണുത്ത പ്രതികരണമാണ്. മഴ കനത്തതും വില കുതിച്ചുയർന്നതുമാണ് പഴവിപണിക്ക് തിരിച്ചടിയായത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് റമദാനിൽ വിൽപ്പന 40% കുറഞ്ഞുവെന്നാണ് വിൽപ്പനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. റമദാനിൽ ലോഡ് കണക്കിന് എത്താറുള്ള തണ്ണിമത്തൻ ഇക്കുറി എത്തിയിട്ടില്ല. വിപണിയിലുള്ള ഇറാനി തണ്ണിമത്തനും ഷമാമിനും ആവശ്യക്കാർ നന്നേ കുറവാണ്. റമദാന് മുന്നോടിയായി എത്താറുള്ള ഹിമാചൽ ആപ്പിളുകൾ തിങ്കളാഴ്ചയോടെയാണ് വിപണിയിലെത്തിയത്. നല്ല മധുരവും പൊതുവെ വിലക്കുറവുമുള്ള ഈ ആപ്പിൾ നാടൻ ഉപഭോക്താക്കൾക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ 24 കിലോഗ്രാമുള്ള പെട്ടിക്ക് 2700 രൂപയായിട്ടാണ് ഇവന്റെ വരവ്. ചില്ലറ വിൽപ്പനയിൽ ഏകദേശം ഇതിന് 150 രൂപ കിലോഗ്രാമിന് വില വരും. വളരെ കുറച്ചു മാത്രമാണ് കച്ചവടക്കാർ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഏപ്രിൽ മെയ് മാസത്തിൽ പൊടിപാറിയ കച്ചവടം നടന്ന പഴത്തട്ടുകൾ പലതും ശൂന്യമാണ്. അതേസമയം ഹിമാചലിലെയും സ്വിസ്സിലെയും ഗ്രീൻ ആപ്പിളുകളും സീഡ്ലെസ് ഓറഞ്ചും സമ്പന്നരെ ലക്ഷ്യമാക്കിയുള്ള കിവിയും വിപണിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയൊരു ഇടവേള.